കക്കാഴം വടഞ്ഞ വഴി കടപ്പുറത്ത് കണ്ടെയ്നർ അടിഞ്ഞിട്ടുണ്ട്. അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 കപ്പലിലെ ഗ്യാസ് ടാങ്കർ ആണെന്നാണ് സംശയം. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. ഈ വിവരങ്ങളുമായി ദേവൻ MP ചേരുന്നു. ദേവൻ, എന്താണ് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം? ഉദ്യോഗസ്ഥരാണെങ്കിലും അവിടേക്ക് എത്തിയിട്ടുണ്ടോ? ആളുകൾ കൂടി നിൽക്കുന്നുണ്ടോ? പറയാം. ഇന്ന് രാവിലെയോട് കൂടിയാണ് ആലപ്പുഴ വളഞ്ഞ വഴി കക്കാഴം തീരത്ത് അമ്പലപ്പുഴയ്ക്ക് സമീപമാണ് ഈ തീരദേശം വരുന്നത്. ഇവിടെ രാവിലെയോട് കൂടിയാണ് ഈ കണ്ടെയ്നർ നാട്ടുകാർ ശ്രദ്ധയിൽപ്പെടുന്നത്. തുടർന്ന് പോലീസിന് വിവരം അറിയിക്കുകയും റവന്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കേരള തീരത്ത് പുറംകടലിൽ അപകടത്തിൽപ്പെട്ട വാൻഹായ് 503 എന്ന കപ്പലിലെ കണ്ടെയ്നർ ആണ് എന്നാണ് ഇപ്പോൾ ഒരു സംശയം. കാരണം ഈ കപ്പൽ അപകടത്തിൽപ്പെട്ടതിന് ശേഷം ഇന്നലെ മുതൽ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം കോസ്റ്റ് ഗാർഡിന് ഒപ്പം തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വല്ല ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിലെ കണ്ടെയ്നറുകൾ എറണാകുളത്തിന്റെ തെക്കൻ തീരങ്ങളിലേക്ക്, ആലപ്പുഴ കൊല്ലം തീരങ്ങളിലേക്ക് എത്തുമെന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഇപ്പോൾ ഈ രാവിലെ അടിഞ്ഞിരിക്കുന്ന ഈ കണ്ടെയ്നർ ഗ്യാസ് ടാങ്കർ ആണെന്നുള്ളൊരു നിഗമനത്തിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു അപകട ഭീഷണി നിലനിൽക്കുന്നത് തന്നെ ആ പ്രദേശത്ത് നിന്നും ഇപ്പോൾ പൂർണ്ണമായും ആളുകളെ മാറ്റി നിർത്തുന്നുണ്ട്. ഈ ടാങ്കർ തീരത്ത് വന്നത് കൊണ്ട് തന്നെ രാവിലെ മുതൽ തന്നെ ഇത് കാണാനായി നിരവധി ആളുകൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. ഇപ്പോൾ മേഖല പൂർണ്ണമായും തന്നെ ഏകദേശം 200 മീറ്ററോളം മാറ്റി പൂർണ്ണമായും തന്നെ കയറെല്ലാം കെട്ടിക്കൊണ്ട് തന്നെ പൂർണ്ണമായും അവിടെ ഇപ്പോൾ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രദേശത്ത് നിന്നും ആളുകളോട് മാറി നിൽക്കാനായി അടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാരോടെല്ലാം തന്നെ ഇവിടെ നിന്നും മാറി താമസിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പോലീസ് നിർദ്ദേശം നൽകുന്നത്. കാരണം ഇതൊരു ഗ്യാസ് ടാങ്കർ ആണെന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അത് ഈ ഉദ്യോഗസ്ഥർ എത്തി അത് ഫയർഫോഴ്സിന്റെ എല്ലാം സഹായത്തോടു കൂടിയായിരിക്കും ഇനി അത് അടുത്ത നടപടി എങ്ങനെ സുരക്ഷിതമായി ഇത് കരയിൽ നിന്നും കരയിലേക്ക് മാറ്റാം എന്നുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇനി കളക്ടറുടെ എല്ലാം അധ്യക്ഷതയിൽ ഒരു യോഗം ചേരേണ്ടതുണ്ട്. കളക്ടർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് കടക്കുക. ഇപ്പോൾ ഏതായാലും ഈ കണ്ടെയ്നർ തീരത്ത് നിന്നും ഒഴുകി പോകാതിരിക്കാനായി ഇപ്പോൾ ഒരു വടം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തീരത്ത് ഇപ്പോൾ അതിനെ കെട്ടി നിർത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ മറ്റൊരു ടാങ്കർ ഇവിടേക്ക് എത്തിച്ച് ഇതിൽ നിന്നും ഗ്യാസ് മാറ്റി അങ്ങനെയുള്ള നടപടികളായിരിക്കാം ഒരുപക്ഷെ ചെയ്യുക. ഏതായാലും അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. കളക്ടർ എത്തിയ ശേഷമായിരിക്കും അത്തരം നടപടികളിലേക്ക് ഇനി കടക്കുക. ശരി, ഓക്കെ, വ്യക്തമാണ്. ദേവൻ MP ആണ് വിവരങ്ങൾ നൽകിയത്.